ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എക്സൈസ്. നടൻ ശ്രീനാഥ് ഭാസിയെ ആദ്യം ചോദ്യം ചെയ്യും. മുൻകൂർ ജാമ്യ ഹർജിയിലെ പരാമർശം കഞ്ചാവ് ഇടപാട് നടന്നതിന്റെ സൂചനയെന്നാണ് എക്സൈസിന്റെ വിലയിരുത്തൽ. പിടിയിലായ സുൽത്താൻ അക്ബർ അലി കഞ്ചാവിനൊപ്പം സ്വർണവും കടത്തിയിരുന്നു എന്നറിയുന്നു. തെളിവ് ലഭിച്ചാൽ അന്വേഷണത്തിന് മറ്റ് കേന്ദ്ര ഏജൻസിയുടെ സഹായം തേടാനും തീരുമാനമുണ്ട്. നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി. നിഷ, അപ്പോൾ എന്താണ് പുതിയ ഡയമെൻഷൻസ്, പുതിയ നീക്കങ്ങൾ ഈ കേസിൽ? നിഷയിലേക്ക് വരാം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്, അതിൽ നടൻ ശ്രീനാഥ് ഭാസി ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. പിന്നീട് കേസിൽ പ്രതി ചേർത്തില്ല എന്ന് കണ്ട മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിക്കുകയായിരുന്നു. അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല എന്ന് കണ്ട് പിൻവലിക്കുകയായിരുന്നു. പക്ഷേ ഈ ജാമ്യാപേക്ഷയിലെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ എക്സൈസ് കേസ് വ്യാപിപ്പിക്കാനൊരു തീരുമാനമെടുത്തത് എന്നറിയുന്നു. അതിൻ്റെ ഭാഗമായി ആദ്യം ചോദ്യം ചെയ്യുകയായിരിക്കും നടപടി. കാരണം ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ ഒരു പരാമർശം കഞ്ചാവ് ഇടപാട് നടന്നു എന്നതിൻ്റെ ഒരു സൂചന നൽകുന്നുണ്ട് എന്നാണ് എക്സൈസ് വിലയിരുത്തുന്നത്. അപ്പോൾ ആ ഇടപാട് നടന്നത് എങ്ങനെ, എന്ത്, എപ്പോൾ, ആർക്കു വേണ്ടി, എങ്ങോട്ടേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണല്ലോ. ഏതായാലും ഇപ്പോൾ പിടിയിലായിട്ടുള്ള സുൽത്താൻ അക്ബർ അലി ഈ കഞ്ചാവിനൊപ്പം സ്വർണവും കടത്തിയിരുന്നു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ പക്ഷേ ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടി തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ എക്സൈസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസായി ഇത് മാറില്ല. മറ്റ് കേന്ദ്ര ഏജൻസിയുടെ സഹായം കൂടി തേടേണ്ടി വരും എന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയായിരിക്കും ഈ കേസ് ഇനി മുന്നോട്ട് പോവുക, എക്സൈസ് തന്നെയാണോ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കാര്യത്തിലൊക്കെയാണ് വ്യക്തത വരേണ്ടത്. നിഷ, ഞാൻ പറഞ്ഞു നിർത്തിയത് അതാണ്. വ്യക്തത വരാനുണ്ട് പല കാര്യങ്ങളിലും. അത് ശ്രീനാഥ് ഭാസിയിൽ നിന്ന് തുടങ്ങണം. മാത്രമല്ല ഈ സ്വർണവും കടത്തിയിരുന്നു പിടിയിലായ ആൾ എന്ന് പറയുന്നതും ഒരു അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ എക്സൈസിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യില്ല. വിവരങ്ങൾ എന്താണ്? വീണ, ഈ നടൻ ശ്രീനാഥ് ഭാസിയെ ആയിരിക്കും ആദ്യം എക്സൈസ് സംഘം ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത്. കാരണം ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ താൻ ഇവരുമായി സംസാരിച്ചു. ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ എന്നതിന്റെ സൂചനയായിട്ടാണ് എക്സൈസ് സംഘം ഇതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീനാഥ് ഭാസിയെ ചോദ്യം ചെയ്യാനായി അടുത്ത ആഴ്ച എക്സൈസ് സംഘം നോട്ടീസ് നൽകുമെന്നാണ് വിവരം. ഇതിനുള്ളിൽ തന്നെ അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിലുള്ള തസ്ലീമ സുൽത്താന, ഒപ്പം തന്നെ ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, കൂട്ടാളി ഫിറോസ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അതിനുശേഷം ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും സിനിമാ മേഖലയിലുള്ള ആളുകളെ വിളിച്ചു വരുത്താനായി എക്സൈസ് സംഘം നോട്ടീസ് അയക്കുന്നത്. മാത്രമല്ല, ഈ ഇന്നലെ ചെന്നൈയിൽ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന സുൽത്താൻ അക്ബർ അലിക്ക് ലഹരിക്കടത്തിനൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് ഉണ്ട് എന്നുള്ള ഒരു സംശയവും എക്സൈസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ പ്രതികളുടെ ഫോൺ സംഭാഷണങ്ങളും ഒപ്പം തന്നെ ഇവരുടെ ഈ ചാറ്റുകളും ഒക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പ്രതികളുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസി ആയിരിക്കും ഈ കേസ് അന്വേഷണം നടത്തുന്നത്. സ്വർണം അടക്കമുള്ള ഈ ലഹരിക്കൊപ്പം തന്നെ സ്വർണവും മലേഷ്യയിൽ നിന്നും ദുബായിൽ നിന്നുമൊക്കെ ഈ സുൽത്താൻ അക്ബർ അലി കടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എക്സൈസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇത് കൃത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസി കൂടി ഈ കേസ് അന്വേഷിക്കുമെന്നും സൂചനകളുണ്ട്. എന്തായാലും ഈ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന സുൽത്താൻ അക്ബർ അലിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സുൽത്താൻ അക്ബർ അലിയെയും തസ്ലീമിനെയും ഒപ്പം തന്നെ ഫിറോസിനെയും കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം പ്രതികളെ ഒന്നിച്ചിരുത്തിയും അല്ലാതെയും ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ നീക്കം. പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിക്കുന്ന കൂടുതൽ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സിനിമാ മേഖലയിലുള്ളവർക്ക് നോട്ടീസ് അയച്ചു വിളിപ്പിക്കുന്നത്. തസ്ലീമ സുൽത്താനെയും ഫിറോസും ആദ്യം ഇവരെ പ്രാഥമികമായി ചോദ്യം ചെയ്തിരുന്നു എക്സൈസ്. ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തസ്ലീമ സുൽത്താന സിനിമാ മേഖലയിലുള്ള 3 നടന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്യലിന് ഹാജരാവാനായി നോട്ടീസ് അയക്കും. അതിന്റെ ആദ്യ പടിയായിട്ടാണ് ശ്രീനാഥ് ഭാസിയെ വിളിച്ചു ചേർത്തുക. അടുത്ത ആഴ്ച തന്നെ ശ്രീനാഥ് ഭാസിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാനായി നോട്ടീസ് അയക്കുമെന്നാണ് എക്സൈസ് നൽകുന്ന സൂചന. ആദ്യം ശ്രീനാഥ് ഭാസി, പിന്നീട് തസ്ലീമ പേര് വെളിപ്പെടുത്തിയ മറ്റുള്ളവർ, അങ്ങനെയായിരിക്കും ചോദ്യം ചെയ്യൽ പോവുക. എന്തായാലും അടുത്ത ആഴ്ച തന്നെ ശ്രീനാഥ് ഭാസിക്ക് നോട്ടീസ് അയക്കാനാണ് എക്സൈസിന്റെ നീക്കം. വീണ. ഓക്കെ, ശരി നിഷ.